തനിക്ക് അറിവ് പഠിപ്പിച്ചു തന്ന അധ്യാപകന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയ ഞാൻ നിങ്ങളെ കൊന്നുകളയുമെന്ന് ഒരു കുട്ടി ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ആ കുട്ടി 16 വയസ്സുള്ള ഒരു പൊന്നുമോനാണ്. ഒരുപക്ഷെ മനസ്സിൽ തോന്നിയ ഒരു വേണ്ടാത്ത ചിന്തയുടെ പുറത്ത് പറഞ്ഞതായിരിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, പടച്ചോന് ആ കുട്ടിയുടെ മനസ്സിനെ നന്നാക്കട്ടെ, ആമീൻ എന്ന് അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ഷനായിട്ട് കിടക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ്, അമ്മയോടാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ പിച്ച വെച്ച് നടങ്ങാൻ തുടക്കുന്നത് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചരണവും നമുക്ക് വേണ്ട സംരക്ഷണമൊക്കെ നൽകുന്നത് ഉമ്മയാണ്. പിന്നെ ഈ ലോകം നമ്മൾ കാണാൻ തുടങ്ങി, ഇവിടേക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്തിലേക്ക് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ ഈ ലോകത്തിലേക്ക് നമ്മൾ കൈപ്പിടിച്ചുയർത്തുന്നത് നമ്മുടെ പിതാവാണ്, നമ്മുടെ ഉപ്പയും നമ്മുടെ അച്ഛനൊക്കെയാണ്. അതിനുശേഷം ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, നല്ല കാര്യങ്ങൾ, നല്ല അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത് നമ്മുടെ അധ്യാപകന്മാരാണ്, നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സാറുമാരൊക്കെയാണ്. ഇവരൊന്നും മറന്നുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. എല്ലാ മതങ്ങളും എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു വെക്കുന്നത്, ഒരാളുടെ അവസാനം നന്നാകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോടും അധ്യാപകന്മാരോടുമുള്ള കണക്ഷൻ, അവരോടുള്ള ബന്ധം നന്നാക്കണം എന്നുള്ളതാണ്. അപ്പൊ അധ്യാപകന്മാരെ ചീത്ത വിളിച്ചിട്ട് അവർക്ക് പണി കൊടുത്തിട്ട് അവരെ ആക്ഷേപിച്ചിട്ടൊന്നും ഒന്നും നമ്മൾക്ക് ഈ ലോകത്ത് നേടാൻ കഴിയില്ല. അപ്പോൾ പൊന്നു വിദ്യാർത്ഥികൾ, എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഈ കണക്ഷൻ, അധ്യാപകന്മാരോടും ഉമ്മയോടും ഉപ്പയോടൊക്കെയുള്ള ഈ ഒരു സ്നേഹബന്ധം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട, അവരൊക്കെ ഏറെ ഒന്നുകൂടി സ്നേഹിക്കേണ്ട സമയം കൂടെയാണ്. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട്, നമ്മുടെ കൂട്ടുകെട്ട് അപകടമാണ് എന്ന് കണ്ടാൽ അതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇത്തരത്തിലുള്ള വാക്കുകൾക്കൊക്കെ ആ കുട്ടിക്ക് പറയാനുള്ള ഊർജം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവൻ്റെ കൂട്ടുകെട്ട് തന്നെയാണ്. അവനക്ക് പിന്നിൽ വലിയൊരു അവൻ്റെ സുഹൃത്ത് ബന്ധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ +1 വിദ്യാർത്ഥിനിയായിട്ടുള്ള വെറും 16 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പൊന്നുമോനെ കുറ്റം പറയാതെ, നമ്മുടെ മക്കളിൽ ഇത്തരത്തിലുള്ള നീച പ്രവർത്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ കാരണത്താൽ നമ്മുടെ അധ്യാപകന്മാരോ നമ്മുടെ മാതാപിതാക്കളോ അനുഭവിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുക. ആ പൊന്നുമോന് പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. കാരണം അധ്യാപകന്മാർക്കെതിരെ അവരുടെ ശാപം കിട്ടിയാൽ, മാതാപിതാക്കളുടെ ശാപം കിട്ടിയാൽ ഈ ലോകത്തും പരലോകത്തൊന്നും നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കൂല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മുടെ മക്കളൊക്കെ പടച്ചോൻ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ആ പൊന്നുമോൻ്റെ മനസ്സിനെ അള്ളാഹു നല്ല രീതിയിലാക്കട്ടെ എന്ന് ഒരു അധ്യാപകൻ എന്ന നിലക്ക് ആ പൊന്നുമോനെ ഒരു മോനായി കണ്ടുകൊണ്ട്, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയായി കണ്ടുകൊണ്ട്, അല്ലെ, കുട്ടികളാണ്, മനസ്സിൽ ഏത് സമയത്തും എന്തും തോന്നാം. അപ്പോൾ അവർക്ക് നന്നാകാനുള്ള അവസരം കൂടെ നമ്മൾ കൊടുക്കണം. അതിനു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഓക്കെ.